നമസ്കാരം. ഞാൻ ആർ തുളസീധരൻ പിള്ള, സീനിയർ ഓഡിറ്റ് ഓഫീസർ, റിട്ടയർഡ് ഫ്രം ഏജീസ് ഓഫീസ് ആഫ്റ്റർ മോർ ദാൻ 36 years ഓഫ് സർവീസ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദ സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയമാണ് എടുക്കുന്നത്. ലീവ് ട്രാവൽ കൺസെഷനാണ്. ധാരാളം ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഇത് കഴിഞ്ഞാൽ വീണ്ടും പരീക്ഷ ഡിക്ലെയർ ചെയ്ത കാര്യം, അക്കൗണ്ടൻസിൻ്റെ പരീക്ഷ ഡിക്ലെയർ ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ച് കുറച്ച് വീഡിയോസ് ഇവിടെ വളരെ ഉപകാരപ്രദമായി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സഹായിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LTC അല്ലെങ്കിൽ ലീവ് ട്രാവൽ കൺസെഷനാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോയും തത്സമയം തന്നെ കിട്ടത്തക്ക രീതിയിലുള്ള ഏർപ്പാട് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക മറക്കരുത്. ഇത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ കാണണം. സർവീസിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ചാനലാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സോ നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കുന്നു. ലീവ് ട്രാവൽ കൺസെഷൻ. ലീവ് ട്രാവൽ കൺസെഷൻ ഓർ LTC allows an employee to travel anywhere inside the country with the family once in the entire service. ഈ ആനുകൂല്യം നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും അവർക്കുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനും ഈ ഒരു ആനുകൂല്യം നൽകുന്നത്. അത് രാജ്യത്തിനകത്ത് നിങ്ങൾക്ക് കുടുംബവുമായി എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ബട്ട് വൺസ് ഇൻ ദി എൻറ്റയർ സർവീസ് കാലഘട്ടത്തിൽ ഒരു തവണയാണ് ഈ ആനുകൂല്യം ഏതൊരു ഗവൺമെൻറ് എംപ്ലോയിക്കും ലഭിക്കുക. Government accorded sanction for leave travel concession to state government employees vide GO dated 31/12/2012. അതായത് 31/12/2012 ഇങ്ങനെ ഒരു ആനുകൂല്യം ഗവൺമെൻറ് എംപ്ലോയീസിന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി ദ ഗൈഡ് ലൈൻസ് ഫോർ അവൈലിംഗ് LTC വാസ് ഇഷ്യൂഡ് ഇൻ GOP 5/2013 ഫിൻ ഡേറ്റഡ് 2/1/13. അതിനാവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, നിർദ്ദേശങ്ങളും അതിൻ്റെ കണ്ടീഷൻസൊക്കെ ഇത് ഈ GOയിലാണ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ സേലിയൻ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അറിയേണ്ടത് ടു ഹൂം ആർ ദീസ് റൂൾസ് ആപ്ലിക്കബിൾ. ഒരു റൂൾ ഉണ്ടെങ്കിൽ അത് ആർക്കാണ് ആപ്ലിക്കബിൾ എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ ഇത് ആർക്കാണ് LTC അവൈൽ ചെയ്യാനുള്ള അവകാശമുള്ളതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഹു ആർ അപ്പോയിൻറ്റഡ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസ്. സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസിലേക്ക് നിയമനം കിട്ടിയിട്ടുള്ള എല്ലാ ഗവൺമെൻറ് എംപ്ലോയീസിനും ഈ ആനുകൂല്യം ലഭിക്കും. 2, സ്റ്റാഫ് ഓഫ് എയ്ഡഡ് സ്കൂൾസ് ആൻഡ് എയ്ഡഡ് കോളേജസ്. എയ്ഡഡ് സ്കൂളിലെയും എയ്ഡഡ് കോളേജിലെയും എല്ലാ ജീവനക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാം ഈ ആനുകൂല്യം ലഭിക്കും. ദെൻ ഫുൾ ടൈം എംപ്ലോയീസ് ബോൺ ഓൺ ദ കണ്ടിൻജൻറ്റ് ആൻഡ് വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. കണ്ടിൻജൻറ്റ് എംപ്ലോയീസ് ആണെങ്കിലും അവർ ഫുൾ ടൈം എംപ്ലോയീസ് ആണെങ്കിൽ, അതുപോലെ PWDയിലുള്ളതുപോലുള്ള വർക്ക് ചാർജ്ഡ് എംപ്ലോയീസ്, അതുപോലെ തന്നെ ലോക്കൽ ബോഡീസിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. അപ്പോൾ ഈ 3 കാറ്റഗറിയാണ് ഏറ്റവും പ്രധാനം. ഇനി ആർക്കൊക്കെയാണ് ഈ റൂള് ആപ്ലിക്കബിൾ എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയാണ് ഈ റൂള് ബാധകമല്ലാത്തതെന്ന് കൂടി അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കാം. ഹു ആർ എംപ്ലോയിഡ് ഓൺ കാഷ്വൽ ഡെയിലി വേജ് ബേസിസ് ഓർ കോൺട്രാക്റ്റ് ബേസിസ്. കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഡെയിലി വേജസിനോ അല്ലെങ്കിൽ കാഷ്വൽ ലേബറേഴ്സിനോ ഈ ആനുകൂല്യം ലഭ്യമല്ല. ദെൻ ഹു ആർ റീ എംപ്ലോയിഡ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. അതായത് റിട്ടയർമെൻറ്റിന് ശേഷം റീ എംപ്ലോയ്മെൻറ്റ് വാങ്ങുന്ന എംപ്ലോയീസിന് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. ദെൻ പേഴ്സൺസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഓർ ജോയിൻറ്റ് സ്പൗസ്. അതായത് അപ്പൻഡിക്സ് A and C അനുസരിച്ച് ലീവ് എടുത്തിട്ടുള്ളവർക്ക് ഈ ആനുകൂല്യത്തിന് അവകാശം ഉണ്ടായിരിക്കുകയില്ല. ആ പീരീഡിൽ അവർ തിരിച്ചു വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് അത് ലഭിക്കുന്നതാണ്. ദെൻ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് സസ്പെൻഷൻ
ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലായിരിക്കുന്ന കാലഘട്ടത്തിൽ LTC എടുക്കാൻ അനുവദിക്കുകയില്ല. ദെൻ പേഴ്സൺസ് എലിജിബിൾ ഫോർ എനി അതർ ഫോം ഓഫ് LTC, വേറെ ഏതെങ്കിലും LTCക്ക് ഇപ്പോൾ ഡെപ്യൂട്ടേഷനൊക്കെ വന്നിരിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് അവരുടെ പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ LTC ഫെസിലിറ്റി ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ LTC അവർക്ക് ആപ്ലിക്കബിൾ അല്ല. ദെൻ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് ഓൺ കൺസോളിഡേറ്റഡ് പേ, ഒരു നിശ്ചിത തുക ശമ്പളമായി വാങ്ങുന്ന ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ ആനുകൂല്യം നൽകുന്നതല്ല. ദെൻ പാർട്ട് ടൈം കണ്ടിൻജൻ്റ് എംപ്ലോയീസിനും ഈ ആനുകൂല്യം ലഭ്യമല്ല. അപ്പോൾ ഇത്രയും പേർക്കാണ് ഈ LTCയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത്. ഇനി നമുക്ക് നോക്കേണ്ടത് ആദ്യത്തെ സെൻറ്റൻസിൽ പറഞ്ഞത് LTC ഗവൺമെൻറ് എംപ്ലോയിക്കും അവരുടെ ഫാമിലിക്കും അവകാശപ്പെട്ടതാണെന്നാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഇപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ആ ഡെഫിനിഷനിൽ ആരൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫാമിലി പെൻഷനെ കുറിച്ചൊക്കെ പറഞ്ഞതല്ലോ, അത് ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ ഫാമിലി എന്ന് വിവക്ഷിക്കുന്നത് ആരെയാണെന്ന് നോക്കാം. ആൻ എംപ്ലോയീസ് വൈഫ് ഓർ ഹസ്ബൻഡ് ആൻഡ് ദെയർ സർവൈവിങ് അൺമാരീഡ് ചിൽഡ്രൻ, then stepchildren or legally adopted children wholly dependent upon the employee. അപ്പോൾ ഇതെല്ലാം ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ. ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ വൈഫും ഫാമിലി മെമ്പറാണ്. അതുപോലെ അവരുടെ അൺമാരീഡ് ചിൽഡ്രൻ, അവിവാഹിതരായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം നൽകുന്നുണ്ട്. ദെൻ സ്റ്റെപ്പ് ചിൽഡ്രൻ, അവർക്കും ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. ദെൻ ലീഗലി അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഈ ആനുകൂല്യം കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ, ഓൾ ഓഫ് ദീസ് പീപ്പിൾ ഷുഡ് ബി ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദി എംപ്ലോയി. ആ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. അതായത് ഈ എംപ്ലോയി ആശ്രയിച്ചാണ് ഇവർ ഇത്രയും പേരെയാണ് നമ്മൾ LTC പർപ്പസിന് വേണ്ടി ഫാമിലിയായിട്ട് കണ്ടിരിക്കുന്നത്. ദെൻ വാട്ട് ഷുഡ് ബി ഡൺ ബൈ ദി എംപ്ലോയി ടു അവൈൽ LTC. ഇനി LTC എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആനുകൂല്യം ലഭ്യമാക്കേണ്ടതെന്നാണ് ചോദ്യം. ഇൻ ഓർഡർ ടു അവൈൽ LTC ടു ദ ഫാമിലി മെമ്പേഴ്സ്, എവറി ഗവൺമെൻറ് എംപ്ലോയി ഷുഡ് ഫർണിഷ് എ ലിസ്റ്റ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഹു ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഹിം. അപ്പോൾ സർവീസിൽ കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരാണെന്ന് പറയുന്ന ഒരു ലിസ്റ്റ് അതാത് അവരുടെ ഹെഡ് ഓഫ് ഓഫീസിന് നൽകുകയും അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുകയും അത് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദി സർവീസ് ബുക്ക് ഓഫ് ദി എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയിയുടെ സർവീസ് ബുക്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി അറ്റസ്റ്റ് ചെയ്യാൻ വേണം. ആൻഡ് ദ സെയിം പോസ്റ്റഡ് ഇൻ ദ റെലവൻറ്റ് പേജ്. അതിനായിട്ട് മാറ്റി വയ്ക്കപ്പെട്ടിട്ടുള്ളൊരു പേജുണ്ട് സർവീസ് ബുക്കിൽ, ഫാമിലിയുടെ ലിസ്റ്റ്. ആ മെമ്പേഴ്സിനെ അവരെ അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടണം. ദെൻ ദ ലിസ്റ്റ് ഷുഡ് ബി റിവൈസ്ഡ് വെൻ ദർ ഈസ് അഡീഷൻ ഓർ ഡിലീഷൻ. ഒരുപക്ഷെ ഈ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത ആളുകളിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ വിവാഹിതരാകുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യണം. അതുപോലെ പുതുതായി മക്കൾ ജനിക്കുകയാണെങ്കിൽ അവരെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നർത്ഥം. ആൻഡ് അറ്റ് ദി ടൈം ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ അവൈലിംഗ് LTC, the government employee should indicate the details of family members for whom the concession is proposed to be utilized. അതുപോലെ ഈ ആപ്ലിക്കേഷൻ LTCയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തും ഗവൺമെൻറ് എംപ്ലോയി ഷുഡ് ഇൻഡിക്കേറ്റ് ദ ഡീറ്റെയിൽസ്. അവിടെയും ആ ആപ്ലിക്കേഷനിലും കൃത്യമായി പറയണം ആരൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സിൽ ഈ LTCയുടെ ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പോകുന്നത് എന്ന് അതിൽ അറിയിച്ചിരിക്കണം. Then the authority competent to permit the employee to avail LTC should verify the correctness of the family members furnished in the application with the entries recorded in the service book of the employee and satisfy itself before according permission. അപ്പോൾ ഇങ്ങനെ LTC എടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷനോടുകൂടി ആ ഗവൺമെൻറ് എംപ്ലോയിയുടെ കൂടെ ആരൊക്കെയാണ് യാത്ര തിരിക്കുന്നത്, കൂടെ വരുന്നത്, അവരുടെയൊക്കെ പേര് വിവരം നൽകണം. അത് കിട്ടിയാലുടൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് വേണം, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഓഫീസ് എന്ത് വേണം, സർവീസ് ബുക്കിൽ എൻട്രിയുമായിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കണം. ഇൻ ഓർഡർ ടു വെരിഫൈ ദി ബോണഫൈഡ്സ് ഓഫ് ദി ക്ലെയിം. Can a government employee take a longer route to destination while availing LTC?
അത് നമ്മൾ ടി എയുടെ കാര്യത്തിലും ടൂർ ടി എയുടെ കാര്യത്തിലും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ടി എയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ടെന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഷുഡ് ബി ദി ഷോർട്ടസ്റ്റ് റൂട്ട് അതായിരിക്കണം. അല്ലാതെ എങ്ങനെയെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതല്ല. എൽ ടി സിക്കും ഇത് ബാധകമാണ്. ദാറ്റ് മീൻസ് യു ഷുഡ് നോട്ട് ടേക്ക് എ ലോങ്ങർ റൂട്ട് ദാൻ വാട്ട് ഈസ് ആക്ച്വലി റിക്വയർഡ്. നമുക്ക് ശരിയായിട്ട് ഏറ്റവും കുറഞ്ഞ ദൂരത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന റൂട്ട് മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഈവൻ ഇഫ് ദി എംപ്ലോയി ട്രാവൽസ് ബൈ എ ലോങ്ങർ റൂട്ട്, the government assistance will be limited to the fare by the shortest direct route calculated on a through ticket fare, irrespective of the fact whether the journey was performed by shortest or any other route. ഇനിയിപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിന് നിങ്ങളൊരു സർക്കംലൊക്യൂട്ടറി ആയിട്ട് അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങിയൊക്കെയാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതെങ്കിൽ പോലും ദ ഗവൺമെൻറ് വിൽ ലിമിറ്റ് ദി ക്ലെയിം. ഷോർട്ടസ്റ്റ് റൂട്ടിലൂടെയുള്ള ടിക്കറ്റ് ഫെയർ മാത്രമേ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടൂ എന്നർത്ഥം. ആൻഡ് വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇറ്റ് മീൻസ് ദ റൂട്ട് ബൈ വിച്ച് എ ട്രാവലർ ക്യാൻ മോസ്റ്റ് സ്പീഡിലി റീച്ച് ദ ഡെസ്റ്റിനേഷൻ ബൈ ഓർഡിനറി മോഡ്സ് ഓഫ് ട്രാവലിംഗ്. അതായത് ഏറ്റവും പെട്ടെന്ന് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രെയിനിലോ പ്ലെയിനിലോ അല്ലെങ്കിൽ റോഡ് മാർഗമോ ഏറ്റവും പെട്ടെന്ന് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡയറക്റ്റ് റൂട്ടെന്ന് വിളിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഡൗട്ട്സ് ദ ഗവൺമെൻറ് ഷാൽ ഡിസൈഡ് ദ ഷോർട്ടസ്റ്റ് ഓഫ് 2 or more റൂട്ട്സ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണെന്ന് 2-3 റൂട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്, അതിൽ സ്പീഡായിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന റൂട്ട് ഏതാണ് എന്ന് ഗവൺമെൻറ് തന്നെ വിലയിരുത്തുന്നതുമാണ്. ദെൻ ഫോർ ഹൗ മെനി ഡേയ്സ് ഈസ് എൽ ടി സി അഡ്മിസിബിൾ. ഇപ്പോൾ നിങ്ങൾ എൽ ടി സി എടുക്കുമ്പോൾ ലീവ് എടുത്തിട്ടാണ് എൽ ടി സി എടുക്കുന്നത്. പക്ഷെ അത് എത്ര ദിവസത്തേക്കുള്ള ഒരു കാലം നിങ്ങൾക്ക് അങ്ങ് എൽ ടി സിയിൽ നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 6 മാസമോ 3 മാസമൊക്കെ എൽ ടി സി എടുത്ത് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എൽ ടി സി ഈസ് അഡ്മിസിബിൾ ഫോർ 15 days ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ്. ഇപ്പോൾ നിങ്ങൾ 12 ദിവസത്തെയാണ് ഏൺ ലീവ് എടുക്കുന്നത്, അതിനിടയ്ക്ക് 3 ദിവസത്തെ ഹോളിഡേ ഉണ്ടെങ്കിൽ ആ ഹോളിഡേയുടെ ചേർത്ത് 12 + 3 15. ആ 15 ഡേയ്സിനുള്ളിൽ നിങ്ങൾ യാത്ര പൂർത്തിയാക്കി തിരിച്ച് ഓഫീസിൽ എത്തേണ്ടതാണ് എന്നർത്ഥം. ഈസ് എൽ ടി സി അഡ്മിസിബിൾ ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ലീവ്. ലീവ് പീരീഡിൽ നിങ്ങൾക്ക് എൽ ടി സിക്ക് എലിജിബിലിറ്റി ഉണ്ടോ? എൽ ടി സി ഈസ് അഡ്മിസിബിൾ ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് റെഗുലർ ലീവ് അതർ ദാൻ കാഷ്വൽ ലീവ്, സ്പെഷ്യൽ കാഷ്വൽ ലീവ് ആൻഡ് മെറ്റേണിറ്റി ലീവ് ഇൻ ദ കേസ് ഓഫ് റെഗുലർ എംപ്ലോയീസ്. നിങ്ങൾ റെഗുലർ ലീവ് അത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, LWA. ഈ ലീവുകളിൽ ഏതെങ്കിലും ആണ് എടുക്കുന്നതെങ്കിൽ ആ പീരീഡിൽ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ 15 ഡേയ്സിൻ്റെ കണ്ടീഷനിലെ വിധേയമായിട്ട് എൽ ടി സി അവൈൽ ചെയ്യാം. പക്ഷേ കാഷ്വൽ ലീവ് എടുത്തും കൊണ്ട് എൽ ടി സി അവൈൽ ചെയ്യാൻ പറ്റില്ല, സ്പെഷ്യൽ കാഷ്വൽ ലീവിൽ പറ്റില്ല, മെറ്റേണിറ്റി ലീവിലിരിക്കുന്ന ഒരാളിന് എൽ ടി സി അനുവദനീയം അല്ല എന്നർത്ഥം. അപ്പോൾ ഈ 3 കാറ്റഗറിക്കും അത് നൽകുന്നതല്ല. The period of LTC is regularized by earned leave, half pay leave, commuted leave or LWA. ഇപ്പോൾ എൽ ടി സി ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്, നിങ്ങൾ ഏൺ ലീവ് എടുത്തിട്ടാണ് 15 ദിവസത്തെ ഏൺ ലീവ് എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ അത് അനുവദനീയമാണ്. അല്ലെങ്കിൽ ഹാഫ് പേ ലീവ് എടുക്കാം, കമ്മ്യൂട്ടഡ് ലീവ് എടുക്കാം, അല്ലെങ്കിൽ ഈവൻ LWA എടുക്കാം. പക്ഷേ അന്നേരം ഓർക്കണം ഇൻക്ലൂഡിങ് ഹോളിഡേയ്സ് ആണ് ഈ 15 days. അടുത്തത് വാട്ട് ഈസ് ദി ഡ്യൂറേഷൻ ഓഫ് സർവീസ് റിക്വയർഡ് ഫോർ എൻ എംപ്ലോയി ടു അവൈൽ എൽ ടി സി. അതായത് എൽ ടി സി അവൈൽ ചെയ്യാൻ ഉള്ള അർഹത എപ്പോഴാണ് ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ദി എംപ്ലോയി ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 15 years ഓഫ് റെഗുലർ കണ്ടിന്യൂസ് സർവീസ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ഇൻ എയ്ഡഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ടേക്കൺ ടുഗദർ ഓൺ ദ ഡേറ്റ് ഓഫ് ജേർണി സോട്ട് ടു ബി പെർഫോംഡ്. അതായത് മിനിമം 15 years സർവീസുള്ള ക്വാളിഫയിങ് സർവീസുള്ള ഗവൺമെൻറ് എംപ്ലോയീസിനാണ് ഈ എൽ ടി സിയുടെ ബെനിഫിറ്റ് ലഭിക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്കൂളായാലും ആർക്കൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എയ്ഡഡ് സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞാൽ എയ്ഡഡ് സ്കൂളുകളും അല്ലെങ്കിൽ കോളേജുകളിലും അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചെടുത്താലും എയ്ഡഡ് സ്കൂൾ സർവീസും ഗവൺമെൻറ് സർവീസും കൂടെ ഒരുമിച്ചെടുത്താലും 15 years സർവീസ് ഉണ്ടെങ്കിൽ ഓൺ ദ ഡേറ്റ് ഓഫ് ജേർണി, ഡേറ്റ് ഓഫ് ജേർണിക്ക് നിങ്ങൾ 15 വർഷത്തെ
സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അവെയിൽ ദി ഫെസിലിറ്റി. ആൻഡ് ഫോർ ദിസ് പർപ്പസ് ദ സർവീസ് ക്വാളിഫയിങ് ഫോർ പെൻഷൻ അലോൺ വിൽ ബി റെക്കൺഡ്. അതിന് ഏറ്റവും നല്ല ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പെൻഷന് ക്വാളിഫൈ ചെയ്യുന്ന 15 years സർവീസാണ് എൽ ടി സിക്കും ലഭ്യമാക്കിയിരിക്കുന്നത്. ദെൻ ക്യാൻ ടീച്ചേഴ്സ് അവെയിൽ എൽ ടി സി ഡ്യൂറിങ് വെക്കേഷൻ പീരീഡ്? ഇത് വലിയൊരു സംശയമാണ്. അതായത് വെക്കേഷൻ പീരീഡിൽ ടീച്ചേഴ്സിന് ഈ ഫെസിലിറ്റി ലഭ്യമാണോ? യെസ്, ടീച്ചേഴ്സ് ക്യാൻ അവെയിൽ എൽ ടി സി ഡ്യൂറിങ് വെക്കേഷൻ. അപ്പോൾ അവർക്ക് ലീവ് എടുക്കാതെ തന്നെ വെക്കേഷൻ പീരീഡിൽ എൽ ടി സിയുടെ ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. ദെൻ ഈസ് എൽ ടി സി അവൈലബിൾ ടു എംപ്ലോയീസ് ഓൺ എൽ പി ആർ? അതായത് എൽ പി ആർ മീൻസ് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻറ്റ്. ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻറ്റിലിരിക്കുമ്പോൾ സമയത്ത് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് പെൻഷൻ ആകുന്നതിന് തൊട്ട് മുമ്പ് എടുക്കുന്ന ലീവാണ്. ആ പീരീഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൽ ടി സി അവെയിൽ ചെയ്യാം. എൽ പി സി ഷാൽ ബി അഡ്മിസിബിൾ ഡ്യൂറിങ് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെൻറ്റ്. ദെൻ ഷുഡ് എംപ്ലോയീസ് പ്രൊഡ്യൂസ് ദി ഒറിജിനൽ ട്രാവൽ ടിക്കറ്റ്സ് വിത്ത് ദി ക്ലെയിം? ആ ക്ലെയിമിനോടൊപ്പം ഇപ്പോൾ നിങ്ങൾ പ്ലെയിൻ ടിക്കറ്റാണ് എടുത്തത്, അതിൻ്റെ ഒറിജിനൽ നൽകണോ? അതുപോലെ നിങ്ങൾ ട്രെയിനിലാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ടിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ എന്നാണ് ചോദ്യം. ഒറിജിനൽസ് ഓഫ് ദി ട്രെയിൻ ടിക്കറ്റ്സ്, ബസ് ടിക്കറ്റ്സ്, എയർ ടിക്കറ്റ്സ് എക്സെട്ര ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ദി ക്ലെയിംസ്. അല്ല നിങ്ങളുടെ എലിജിബിലിറ്റി ഉള്ള ക്ലാസ്സിൽ നിങ്ങൾ പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ക്ലെയിം കൊടുത്താൽ അത് അഡ്മിസിബിൾ അല്ല. നിങ്ങൾ ഒറിജിനൽ ടിക്കറ്റ് തന്നെ ഈ കാര്യത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നർത്ഥം. അടുത്തത് വാട്ട് ഷുഡ് ബി ദ പ്ലേസ് ഓഫ് വിസിറ്റ് ആസ് പെർ എൽ ടി സി റൂൾസ്? എവിടം വരെ പോകാം അല്ലെങ്കിൽ എവിടെയൊക്കെ പോകാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്ലേസ് ഓഫ് വിസിറ്റ് ക്യാൻ ബി എനി പ്ലേസ് ഇൻ ഇന്ത്യ സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 6,500 kilometers combined distance of to and fro journeys to the destination. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എൽ ടി സിയിൽ. പക്ഷേ ടു ആൻഡ് ഫ്രോ ജേണി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6,500 കിലോമീറ്ററിൽ നിജപ്പെടുത്തണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 6,500. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജേണി ഒരുമിച്ചെടുക്കുമ്പോൾ 6,500 കിലോമീറ്റർ മാത്രമേ മാക്സിമം നിങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ദി ഇൻറ്റൻഡഡ് പ്ലേസ് ഓഫ് വിസിറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് ഇൻ അഡ്വാൻസ് ടു ദ കൺട്രോളിംഗ് അതോറിറ്റി. അതുപോലെ തന്നെ നിങ്ങൾ യാത്ര തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ യു ഷുഡ് സ്പെസിഫിക്കലി സ്റ്റേറ്റ് ദ പ്ലേസ് ടു വിച്ച് യു ആർ ട്രാവലിംഗ് ഓർ വാട്ട് ഈസ് ദി ഡെസ്റ്റിനേഷൻ, വേർ ഈസ് ദി ഡെസ്റ്റിനേഷൻ. അത് നമ്മൾ വ്യക്തമാക്കണം എന്നർത്ഥം. ആൻഡ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ജേണി. പക്ഷേ നിങ്ങൾ ജേണി തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു മനംമാറ്റം വന്നു, എനിക്ക് അവിടെ പോകണ്ട, എനിക്ക് മറ്റൊരു സ്ഥലത്ത് പോയാൽ മതിയെന്ന് തോന്നിയാൽ ഇറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ. നിങ്ങൾ നേരത്തെ എഴുതി കൊടുത്തിരിക്കുന്ന ഡെസ്റ്റിനേഷനിൽ തന്നെ ലക്ഷ്യമാക്കി നിങ്ങൾ യാത്ര ചെയ്യണം. ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ ദ പ്ലേസ് ഡ്യൂ ടു റീസൺസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി എംപ്ലോയി ദെൻ ഗവൺമെൻറ് മേ കൺസിഡർ ദ റിക്വസ്റ്റ് ഫോർ സച്ച് ചേഞ്ചസ്. ഇപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ബിയോണ്ട് നിങ്ങളുടെ നിയന്ത്രണത്തിനും അപ്പുറത്തുള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല, അല്ലെ അങ്ങോട്ട് പോകുന്നതിന് വിഘാതമുണ്ട്, തടസ്സമുണ്ട്, എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് സംഭവിച്ചിരിക്കുന്നു, ആ കണ്ടീഷൻസിലൊക്കെ യു ക്യാൻ ഇൻറ്റിമേറ്റ് ദാറ്റ് യു ആർ ചേഞ്ചിങ് ദി ഡെസ്റ്റിനേഷൻ ആൻഡ് ഗവൺമെൻറ് വിൽ റിവ്യൂ ഇറ്റ് ആൻഡ് അഡ്മിറ്റ് ഇറ്റ്. ഹൗ മച്ച് ഓഫ് ദി ആക്ച്വൽ ഫെയർ ഈസ് റീഇംബേഴ്സ്ഡ് ടു ദി ഗവൺമെൻറ്? ഗവൺമെൻറ് ബൈ ദ ഗവൺമെൻറ് എത്ര രൂപ വരെ നിങ്ങൾക്ക് എൽ ടി സിക്ക് റീഇംബേഴ്സ് ചെയ്ത് തരും എന്നാണ്. ഗവൺമെൻറ് വിൽ റീഇംബേഴ്സ് 100% ഓഫ് ദി ടു ആൻഡ് ഫ്രോ ഫെയർ ബൈ എയർക്രാഫ്റ്റ്, റോഡ്, സ്റ്റീമർ ആസ് കോണ്ടംപ്ലേറ്റഡ് ഇൻ പാർട്ട് 2 KSR. അതായത് KSR അനുസരിച്ച് നിങ്ങൾക്ക് എയർക്രാഫ്റ്റിലൂടെയോ പ്ലെയിനിലൂടെയോ റോഡിലൂടെയോ കപ്പലിലൂടെയോ ഏത് മാർഗം സഞ്ചരിക്കുന്നോ അതിൻ്റെ 100% ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വിൽ ബി റീഇംബേഴ്സ്ഡ് ടു യു ആസ് കോണ്ടംപ്ലേറ്റഡ് ഇൻ പാർട്ട് 2 KSR. ആ TA റൂളിൽ പറയുന്നത് പോലെ തന്നെ അത് നിങ്ങൾക്ക് നൽകുന്നതാണ്. ദി അസിസ്റ്റൻസ് അഡ്മിസിബിൾ വിൽ ബി ദി ആക്ച്വൽ ഫെയർ ഫോർ ദി ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ഫ്രം ദ ഹോം ടൗൺ ടു ദി ഗവൺമെൻറ് സർവൻറ്റ് ടു ദി ഡിക്ലെയർഡ് ഡെസ്റ്റിനേഷൻ. അത് ഹോം ടൗണിൽ നിന്ന്, ഹോം ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് സ്ഥിരമായി, അവിടെ നിന്നും നിങ്ങൾ ഡിക്ലെയർഡ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നിടം വരെയുള്ള ആക്ച്വൽ ഫെയർ
റീഇംബേഴ്സ് ചെയ്ത് തരുന്നതാണ്. 100% റീഇംബേഴ്സ് ചെയ്യും. വാട്ട് ഈസ് ഹോം ടൗൺ ആസ് പെർ LTC റൂൾസ്? ഇനി LTCയിലെ ഹോം ടൗൺ എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ടൗൺ ഓർ വില്ലേജ് ഓർ എനി അതർ പ്ലേസ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ഗവൺമെൻറ് സർവൻറ്റ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ ദി കൺട്രോളിംഗ് ഓഫീസർ. നിങ്ങൾ ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹോം ടൗൺ ഡിക്ലെയർ ചെയ്യണം. നിങ്ങൾ ഏത് ടൗണിലാണ് അല്ലെങ്കിൽ ഏത് വില്ലേജാണ് നിങ്ങളുടെ ഹോം ടൗൺ, അത് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. അത് സർവീസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഹോം ടൗൺ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, ദ ക്ലെയിം ഷാൽ ബി ലിമിറ്റഡ് ടു ദി ലാസ്റ്റ് പോയിൻ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് ഇൻ ദാറ്റ് ഡിറക്ഷൻ. ഇപ്പോൾ സപ്പോസ് യുവർ ഹോം ടൗൺ ഈസ് ഔട്ട്സൈഡ് കേരള, കേരളയ്ക്ക് വെളിയിലാണ്, മറ്റൊരു സംസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഹോം ടൗൺ എന്നിരിക്കട്ടെ. നിങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ആ കേസിൽ ഹോം ടൗൺ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിൻ്റെ പരിധി എവിടം വരെയാണോ അത് കഴിഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങൾ തമിഴ്നാടാണ് നിങ്ങളുടെ ഹോം ടൗൺ എങ്കിൽ ഇവിടുന്ന് തമിഴ്നാടിൻ്റെ ബോർഡർ വരെ ഉള്ള ക്ലെയിം നിങ്ങൾക്ക് അഡ്മിസിബിൾ ആണ് എന്നർത്ഥം. മറ്റൊരു കാര്യം, വാട്ട് ഇഫ് ദ ജേർണി ഹാഡ് ടു ബി കണ്ടക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് അതർ ദാൻ ദി വൺ അഡ്മിസിബിൾ ടു ദി എംപ്ലോയി. ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിസിബിളായിട്ടുള്ള ക്ലാസ്സിലല്ല നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതെന്നാണ് ഈ ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് സെക്കൻഡ് AC യാത്ര ചെയ്യാം, പക്ഷേ അത് കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്നൊക്കെ വരുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അതെങ്ങനെയാണ് ആ ക്ലെയിം നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതെന്നാണ്. എ ഗവൺമെൻറ് സർവൻറ്റ് മേ ട്രാവൽ ബൈ ട്രെയിൻ ഇൻ എ ലോവർ ഓർ ഹയർ ക്ലാസ്. നമുക്ക് ഇപ്പോൾ നമ്മൾ റിസർവേഷനൊക്കെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എലിജിബിളായിട്ടുള്ളതിനേക്കാൾ ഒരു ലോവർ സീറ്റായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഹയർ ക്ലാസ്സിലായിരിക്കും നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുന്നതെന്ന് സങ്കല്പിക്കുക. ബട്ട് ഗവൺമെൻറ് അസിസ്റ്റൻസ് വുഡ് ബി ലിമിറ്റഡ് ടു ദി ഫെയർ ഓഫ് ദി അക്കോമഡേഷൻ ഓഫ് ദി എൻറ്റൈറ്റിൽഡ് ക്ലാസ് ഓൺ ടൂർ TA ആസ് പെർ പാർട്ട് 2 KSR പാർട്ട് 2 പറയുന്നത് പോലെ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ എൻറ്റൈറ്റിൽമെൻറ്റ് എന്താണ്, നിങ്ങളുടെ അർഹത എന്താണ്, ഏത് ക്ലാസ്സിൽ യാത്ര ചെയ്യാനാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ളത്, ആ ക്ലെയിമിൽ ഇത് ലിമിറ്റ് ചെയ്യപ്പെടും എന്നർത്ഥം. For travel in a lower class, the admissibility of the assistance would be the rate of actual fare in that class. പക്ഷേ അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് എലിജിബിൾ ഉള്ളതിനേക്കാളും താഴത്തെ ക്ലാസ്സിലാണ്, നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് എലിജിബിലിറ്റി ഉള്ളത് കിട്ടിയില്ല, പക്ഷേ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ദി അഡ്മിസിബിലിറ്റി ഓഫ് അസിസ്റ്റൻസ് വുഡ് ബി ദ റേറ്റ് ഓഫ് ആക്ച്വൽ ഫെയർ ഓഫ് ദാറ്റ് ക്ലാസ്. ആക്ച്വൽ ട്രാവൽ ചെയ്ത ക്ലാസ്സിലെ ഫെയർ മാത്രമേ കിട്ടൂ എന്ന് ഓർത്തിരിക്കുക. ദി എക്സ്ട്രാ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദി റിസർവേഷൻസ് സേഫ്റ്റി ചാർജസ് ഈസ് ഓൾസോ റീഇംബേഴ്സ്. അപ്പോൾ നമ്മൾ റിസർവ് ചെയ്യുമ്പോൾ റിസർവേഷൻ ചാർജൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സേഫ്റ്റി ചാർജസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നതാണ്. ദെൻ വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് അഡ്വാൻസ് ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ഫോർ LTC? ഇപ്പോൾ LTC എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപക്ഷെ റെഡി ക്യാഷ് ഉണ്ടാവില്ല, ബട്ട് ഗവൺമെൻറ് വിൽ ഗീവ് യു ആൻ അഡ്വാൻസ്. ആൻഡ് വാട്ട് ഈസ് ദി എമൗണ്ട്, അതിൻ്റെ ലിമിറ്റ് എത്രയാണ് എന്നാണ്. അഡ്വാൻസ് അപ് ടു 90% ഓഫ് ദി എസ്റ്റിമേറ്റ് ഫെയർ ദാറ്റ് ഈസ് റീഇംബേഴ്സബിൾ ബൈ ഗവൺമെൻറ് ഇൻ റെസ്പെക്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് ജേർണി ബോത്ത് വേസ് ഷാൽ ബി അഡ്മിസിബിൾ. ഇപ്പോൾ നിങ്ങൾക്ക് ടു ആൻഡ് ഫ്രോ യാത്ര ചെയ്യുന്നതിനുള്ള ആക്ച്വൽ ഫെയർ എത്രയാണോ അതിൻ്റെ 90% വരെ ഗവൺമെൻറ് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടും നൽകുന്നതാണ്. ആൻഡ് ദി സാങ്ഷനിങ് അതോറിറ്റി ക്യാൻ സാങ്ഷൻ അഡ്വാൻസ് ടു ആൻ ഓഫീസർ അറ്റ് ദ റേറ്റ് പ്രിസ്ക്രൈബ്ഡ്. അത് ഈ TA സാങ്ഷൻ ചെയ്യാനുള്ള അതോറിറ്റിക്കാണ് അതിനുള്ള പവേഴ്സ്. ദ ഫൈനൽ ബിൽ ഷുഡ് ബി പ്രിഫേർഡ് വിത്തിൻ 1 month ഓഫ് ദി കംപ്ലീഷൻ ഓഫ് ദി റിട്ടേൺ ജേർണി. അതും വളരെ പ്രസക്തമാണ്. നിങ്ങൾ യാത്ര ചെയ്ത് തിരിച്ചു വന്നിട്ട് പിന്നെ ഇതിൻ്റെ ക്ലെയിം ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് വളരെ ഫേറ്റലായി പോകും. കാരണം ദ ഫൈനൽ ബിൽ ഷുഡ് ബി പ്രിഫേർഡ് വിത്തിൻ 1 month ഓഫ് ദി കംപ്ലീഷൻ ഓഫ് ദി റിട്ടേൺ. നിങ്ങൾ റിട്ടേൺ ജേർണി കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് നിങ്ങളുടെ ഹോം ടൗൺ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം മുതൽ 1 മാസത്തിനകം നിങ്ങൾ ആ ക്ലെയിം സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്നർത്ഥം. അടുത്തത്, വാട്ട് ഈഫ് ദി എംപ്ലോയി ഫെയിൽസ് ടു പ്രിഫർ ദ ക്ലെയിം വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റ്? ഇപ്പോൾ 1 മാസത്തിനകം ക്ലെയിം സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. സപ്പോസ് ഹി ഫെയിൽസ്, അങ്ങനെ ക്ലെയിം കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് അതിൻ്റെ അനന്തരഫലം? The entire advance should be recovered from the next salary bill of the incumbent after completion of 30 days grace period.
അപ്പോൾ ഡ്യൂ ആയിട്ടുള്ള പീരീഡ് കഴിഞ്ഞിട്ട് ഒരു 30 ദിവസം കൊണ്ട് ആനുകൂല്യം കൂടി നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് ദ ഗ്രേസ് പീരീഡ്. അത് കഴിഞ്ഞിട്ടും നിങ്ങൾ ക്ലെയിം കൊടുക്കുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി റിക്കവേർഡ് ഫ്രം യുവർ നെക്സ്റ്റ് മന്ത്സ് സാലറി. ദ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ DDO will be responsible and liable to pay the entire amount with penal interest if he does not make the recovery in time. അപ്പോൾ ഇതിലൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ദ DDO വിൽ ബി റെസ്പോൺസിബിൾ. അതിൻ്റെ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ഈ എമൗണ്ട് വിത്ത് പീനൽ ഇൻട്രസ്റ്റ് ഗവൺമെൻറ് ഈടാക്കുന്നതിന് അധികാരമുണ്ട്. ദെൻ if the advance amount is not utilized for the purpose or if the journey is not commenced within 30 days from the travel of advance from the treasury, the entire amount should be recovered with 18% interest and disciplinary action should also be taken. അതാണ്, നിങ്ങളിപ്പോൾ അഡ്വാൻസ് എടുത്തു, ആ എമൗണ്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് വീട് വെക്കാനായിട്ട് അത് ഉപയോഗിച്ചു എന്നിരിക്കട്ടെ, അതുപോലെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആൻഡ് ഈഫ് ദ ജേർണി ഈസ് നോട്ട് കമൻസ്, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഉപയോഗിക്കാതെ 30 ദിവസത്തിനകം നിങ്ങൾ അഡ്വാൻസ് കിട്ടി 30 ദിവസത്തിനകം നിങ്ങൾ യാത്ര പുറപ്പെടുന്നില്ല എങ്കിലും ദ പണിഷ്മെൻറ്റ് ഈസ് ദാറ്റ് ദ എൻറ്റയർ എമൗണ്ട് വിൽ ബി റിക്കവേർഡ് വിത്ത് 18% ഇൻട്രസ്റ്റ്. ആ എമൗണ്ടിൻ്റെ 18% പലിശയ്ക്ക് മുഴുവൻ തുകയും പിടിക്കുകയും ആൻഡ് ഡിസിപ്ലിനറി ആക്ഷൻ വിൽ ഓൾസോ ബി ടേക്കൺ അഗൻസ്റ്റ് യു. അതുകൊണ്ട് അത് വളരെ സീരിയസ് ആയിട്ടാണ് നമ്മളത് കാണേണ്ടതെന്ന് അർത്ഥം. വാട്ട് ഇഫ് ദി എംപ്ലോയി ടേക്സ് നോ അഡ്വാൻസ് ബട്ട് ഫെയിൽസ് ടു പ്രിഫർ ദ ക്ലെയിം വിത്തിൻ ദ പ്രിസ്ക്രൈബ് ടൈം ലിമിറ്റ്. ഇനി അഡ്വാൻസ് എടുക്കാതെയാണ് അയാൾ പോയിരിക്കുന്നത്, പക്ഷേ അയാൾ യാത്ര കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ ക്ലെയിം പ്രിഫർ ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെ വരുന്ന കേസിൽ എന്താണ് ചെയ്യേണ്ടത്? വെൻ നോ അഡ്വാൻസ് ഈസ് ഡ്രോൺ ബൈ ദ ഗവൺമെൻറ് സർവൻറ്റ്, the right of a government servant for reimbursement of a LTC claim stands forfeited if the claim is not preferred within 3 months of the date of completion of a return journey. അങ്ങനെ ഒരാൾ അഡ്വാൻസ് എടുത്തില്ലെങ്കിൽ പോലും the right of a government servant for reimbursement of LTC, അയാൾ LTC അവൈൽ ചെയ്യുന്നു എന്ന് പറഞ്ഞൊക്കെ പോയിട്ട് അയാൾ ഇതൊന്നും ക്ലെയിം കൊടുക്കുന്നില്ല എങ്കിൽ അത് LTC എമൗണ്ടായിട്ട് അത് റീഇംബേഴ്സ് ചെയ്യില്ല. ആ ജേണിയുടെ മുഴുവൻ എക്സ്പെൻസും അയാൾ തന്നെ വഹിക്കേണ്ടതാണ്. ആൻഡ് ഇഫ് ദ ക്ലെയിം ഈസ് നോട്ട് പ്രിഫേർഡ് വിത്തിൻ 3 months ഓഫ് ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദി റിട്ടേൺ ജേണി, തിരിച്ചു വന്നിട്ട് 3 മാസത്തെ സൗകര്യമുണ്ട്. ഇത് അഡ്വാൻസ് എടുക്കാത്ത പോകുന്നവർക്കാണ് ഈ 3 മാസത്തെ ആനുകൂല്യം ഓർക്കണം. അല്ലാത്തവർക്ക് 1 മാസത്തിനകം ആ ക്ലെയിം പ്രിഫർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഡിസിപ്ലിനറി ആക്ഷന് കൂടി, ഇതൊക്കെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഡിസിപ്ലിനറി ആക്ഷന് കൂടി ബാധകമാകുന്ന ഓർക്കേണ്ടതാണ്. അടുത്ത മറ്റൊരു കാര്യം, വാട്ട് ഈസ് ദി ടൈം ലിമിറ്റ് ഫോർ ദി എംപ്ലോയി ടു കമൻസ് ദ ജേർണി ആഫ്റ്റർ അവൈലിംഗ് അഡ്വാൻസ്? അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞിട്ട് എത്ര കാലത്തിനകം യാത്ര പുറപ്പെടണം? വെൻ ആൻ ഓഫീസർ ടേക്സ് ആൻ അഡ്വാൻസ് അണ്ടർ ദി സ്കീം, he should ensure that the outward journey is commenced within 30 days from the date of grant of advance. അഡ്വാൻസ് കൈപ്പറ്റി കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ അയാൾ യാത്ര പുറപ്പെട്ടിരിക്കണം. ദി അഡ്വാൻസ് ഷുഡ് ബി റീഫണ്ടഡ് ഇൻ ഫുൾ ഇഫ് ദി ഔട്ട്വേർഡ് ജേർണി ഈസ് നോട്ട് കമൻസ്ഡ് വിത്തിൻ 30 days ഓഫ് ദി ഗ്രാൻഡ് ഓഫ് അഡ്വാൻസ്. അങ്ങനെ അയാൾക്ക് 30 ദിവസത്തിന് യാത്ര പുറപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ദ എൻറ്റയർ എമൗണ്ട് ഷുഡ് ബി റീഫണ്ടഡ് ടു ഗവൺമെൻറ് വിത്തിൻ 30 days ഓഫ് ദി ഗ്രാൻഡ് ഓഫ് അഡ്വാൻസ്. അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞ് 30 ദിവസത്തിനകം ആ എമൗണ്ട് മുഴുവനും അദ്ദേഹം റീഫണ്ട് ചെയ്യുക. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ അയാൾക്ക് യാത്ര പുറപ്പെടാൻ പറ്റില്ല എന്നിരിക്കട്ടെ, അയാൾ 1 മാസത്തിനകം ആ മുഴുവൻ എമൗണ്ടും അഡ്വാൻസായി വാങ്ങിയ മുഴുവൻ എമൗണ്ടും അയാൾ റീഫണ്ട് ചെയ്യണം എന്നർത്ഥം. ദെൻ വേർ ഈസ് ദ ഡീറ്റെയിൽസ് ഓഫ് അവൈലിംഗ് LTC റെക്കോർഡഡ്? ഇനി LTC പോകുന്നു എന്ന് പറയുന്നത് ഒരു ഒരു സർവീസ് കാലഘട്ടത്തിൽ ഒരു എംപ്ലോയിക്ക് പോകാൻ പറ്റൂ. ഇതെവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അപ്രോപ്രിയേറ്റ് എൻട്രീസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ സർവീസ് ബുക്ക് ഓഫ് ദി എംപ്ലോയീസ്. അപ്പോൾ LTC അവൈൽ ചെയ്താൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അയാളുടെ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. വാട്ട് ഇഫ് ദി എംപ്ലോയി ഡൈസ് ആഫ്റ്റർ ടേക്കിംഗ് അഡ്വാൻസ് ഓഫ് LTC എടുത്തു, പക്ഷേ അയാൾ പോകുന്നതിന് മുമ്പ് അൺഫോർച്ചുനേറ്റ്ലി ഹി ഡൈഡ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആഫ്റ്റർ ഡിസ്ബേഴ്സിംഗ് ദി അഡ്വാൻസ്, ഇഫ് ദി ഗവൺമെൻറ് എംപ്ലോയീസ് ഡൈസ് ബിഫോർ ആക്ച്വലി പെർഫോമിംഗ് ദി ജേർണി, ദി എൻറ്റയർ അഡ്വാൻസ് ഷാൽ ബി റിക്കവേർഡ് ഫ്രം ദി എൻറ്റൈറ്റിൽമെൻറ്റ്സ് ഡ്യൂ ടു ഹിസ് ലീഗൽ ഹെയർസ്. അങ്ങനെ മരിക്കുകയാണെങ്കിൽ
അയാളുടെ പെൻഷനറി ബെനിഫിറ്റ്സ് അയാളുടെ ലീഗൽ ഹയേഴ്സിന് അനന്തരാവകാശികൾക്ക് നൽകുമെന്ന് നിങ്ങൾക്കറിയാം. ആ എമൗണ്ടിൽ നിന്ന് ഈ അഡ്വാൻസ് വാങ്ങിച്ച LTCയുടെ തുക തിരിച്ച് പിടിക്കും എന്ന് അർത്ഥം. അടുത്ത മറ്റൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻ എംപ്ലോയീസ് ഡൈസ് ആഫ്റ്റർ പെർഫോമിംഗ് ദ ജേർണി ബട്ട് ബിഫോർ ക്ലെയിമിംഗ് ദ റീഇംബേഴ്സ്മെൻറ്റ്. അദ്ദേഹം ജേർണിയൊക്കെ നിയമപരമായി കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ അതിൻ്റെ ക്ലെയിം പ്രിഫർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഹു ക്യാൻ ക്ലെയിം ദി എമൗണ്ട്? ആർക്കാണ് ആ തുക ക്ലെയിം ചെയ്യാൻ പറ്റുക? ദ ലീഗൽ ഹെയർസ് ഓഫ് ദ ഡിസീസ്ഡ് ഓഫീസർ ക്യാൻ ക്ലെയിം ദി എമൗണ്ട്. അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് ആ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്ത് നൽകുന്നതാണെന്ന് മനസ്സിലാക്കണം. ക്യാൻ എംപ്ലോയി ഓൺ ഡെപ്യൂട്ടേഷൻ ടു PSUs, ഓട്ടോണമസ് ബോഡീസ് എക്സെട്ര ക്ലെയിം LTC? ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ബോഡിയിലേക്കോ ഒക്കെ ഡെപ്യൂട്ടേഷൻ പോയിരിക്കുന്ന ഗവൺമെൻറ് എംപ്ലോയീസിന് LTC അവൈൽ ചെയ്യാൻ പറ്റുമോ? ആൻഡ് ആൻസർ ഈസ് യെസ്, അവർക്ക് LTC അവൈൽ ചെയ്യാം. ദ പ്രൊവിഷൻ ഫോർ ഇറ്റ്സ് അഡ്മിസിബിലിറ്റി ഷുഡ് ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ഓർഡേഴ്സ് പ്ലേസിംഗ് ദം ഓൺ ഡെപ്യൂട്ടേഷൻ. അപ്പോൾ ഈ കാര്യം പക്ഷേ അവരെ ഡെപ്യൂട്ടേഷനിൽ അയക്കുന്ന ഉത്തരവിൽ തന്നെ കൃത്യമായി സൂചിപ്പിച്ചിരിക്കണം എന്നർത്ഥം. ദ കോസ്റ്റ് ഓഫ് കൺസെഷൻ ഇൻ ഓൾ സച്ച് കേസസ് ഷാൽ ബി മെറ്റ് ബൈ ദി ബോറോയിങ് ഓർഗനൈസേഷൻ. അതും വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് അദ്ദേഹം ഡെപ്യൂട്ടേഷൻ പോവുകയാണെങ്കിൽ അവിടെ വെച്ചാണ് അദ്ദേഹം LTC അവൈൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓർഗനൈസേഷൻ വിൽ ഹാവ് ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ. ആ സ്ഥാപനമാണ് LTCയുടെ മുഴുവൻ ചെലവുകളും നിയമപരമായി വഹിക്കേണ്ടത്, ഗവൺമെൻറ് അല്ല എന്നർത്ഥം. ദെൻ ക്യാൻ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എംപ്ലോയിഡ് ഇൻ ഗവൺമെൻറ് സർവീസ് ക്ലെയിം LTC? ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഗവൺമെൻറ് എംപ്ലോയീസാണ്. അപ്പോൾ രണ്ടുപേർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ എംപ്ലോയിഡ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസ്, LTC ക്ലെയിം ഷുഡ് ബി പ്രിഫേർഡ് ബൈ എനി വൺ ഓഫ് ദം ഒൺലി. രണ്ടു പേർക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ഹസ്ബൻഡിന് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ വൈഫിന് ക്ലെയിം ചെയ്യാം. ആ കാര്യം സർവീസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയും വേണം. ദ ഹസ്ബൻഡ് ഓർ വൈഫ് ഹു അവെയിൽസ് LTC ആസ് എ മെമ്പർ ഓഫ് ദി ഫാമിലി ഓഫ് ദി സ്പൈസ് കനോട്ട് ക്ലെയിം ഇൻഡിപെൻഡൻ്റ്ലി ഫോർ സെൽഫ്. അവർക്ക് സ്വതന്ത്രമായിട്ട് ഓരോരുത്തർക്കും ഞാൻ എംപ്ലോയിഡാണ്, എനിക്ക് ആനുകൂല്യമുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ LTCയുടെ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ. ദെൻ വാട്ട് ഈസ് ദ മോഡ് ഓഫ് കൺവെയൻസ് ഫോർ അവെയിലിംഗ് LTC? LTC എടുക്കുന്നത് ഏതൊക്കെ മാർഗത്തിലൂടെയാണെന്നാണ്. LTC വിൽ ബി അഡ്മിസിബിൾ ഫോർ ദ ജേർണി പെർഫോംഡ് ബൈ റെയിൽ, റോഡ്, സ്റ്റീമർ ഓർ ബൈ എയർ. അപ്പോൾ ഈ എല്ലാ മാർഗത്തിലൂടെയും, ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ റെയിൽ അവിടെ സൂചിപ്പിച്ചിട്ടില്ല, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നുകിൽ നിങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ റോഡ് മാർഗം യാത്ര ചെയ്യാം, അല്ലെങ്കിൽ കപ്പലിലൂടെ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ എയറിലൂടെയും യാത്ര ചെയ്യാം. ഈ എല്ലാ ഫെസിലിറ്റിയും ലഭിക്കും എന്നർത്ഥം. ഇനി LTC ഓതറൈസ് ചെയ്യാനുള്ള അധികാരി ആരാണെന്നാണ്. ഹു ഈസ് ദി അതോറിറ്റി ടു സാങ്ഷൻ LTC? ദി കൺട്രോളിംഗ് ഓഫീസേഴ്സ് ആർ ഓതറൈസ്ഡ് ടു സാങ്ഷൻ LTC ടു ദെയർ സബോർഡിനേറ്റ് ഓഫീസേഴ്സ്. കൺട്രോളിംഗ് ഓഫീസർക്കാണ് LTC സാങ്ഷൻ ചെയ്യാനുള്ള അധികാരം എന്നർത്ഥം. ഇൻ ദ കേസ് ഓഫ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റാണ് LTC അവെയിൽ ചെയ്യാൻ പോകുന്നതെങ്കിലോ, ദി സാങ്ഷനിങ് അതോറിറ്റി വിൽ ബി ദ ഗവൺമെൻറ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ. GADയിലെ സെക്രട്ടേറിയറ്റിലെ GADയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിനെ LTC സാങ്ഷൻ ചെയ്ത് നൽകേണ്ടത്. എ കോപ്പി ഓഫ് ദി സാങ്ഷനിങ് ഓർഡർ ഷാൽ ബി എൻഡോഴ്സ്ഡ് ദി അക്കൗണ്ടൻറ്റ് ജനറൽ ഓഡിറ്റ് ഓൾസോ. അപ്പോൾ LTC അവെയിൽ ചെയ്ത് സാങ്ഷൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അവെയിൽ ചെയ്യാനായിട്ട് സാങ്ഷൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ഇൻവേരിയബിളി ഇറ്റ് ഷുഡ് ബി ഫോർവേഡഡ് ടു ദി അക്കൗണ്ടൻറ്റ് ജനറൽ ANT. അക്കൗണ്ട്സിൻ്റെ ഏജിക്ക്, ഓഡിറ്റിൻ്റെ ഏജിക്ക് അതിൻ്റെ ഒരു കോപ്പി നൽകേണ്ടതാണ്. ദി എക്സ്പെൻഡിച്ചർ അണ്ടർ LTC ഷാൽ ബി മെറ്റ് ഫ്രം ദ പ്രൊവിഷൻ അണ്ടർ 04-1 Tour TA of the relevant head of account to which the travel expenses of the employee is normally debited. ഇനി ഇത് ഏത് ഹെഡിലാണ് ഇത് ഡെബിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അവരവരുടെ എക്സ്പെൻഡിച്ചർ ഹെഡ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഹെഡ് ഓഫ് അക്കൗണ്ടൊക്കെ എടുത്ത് വളരെ വിശദമായി പറഞ്ഞു. ആ ഹെഡ്, മേജർ ഹെഡ്, മൈനർ ഹെഡ്, ദെൻ സബ് മേജർ ഹെഡ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓർക്കണം.
അതിൻ്റെ താഴെ വരുന്ന 0412 TA എന്ന് പറയുന്ന ആ ഹെഡിലാണ് ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് ചെയ്യേണ്ടത്. Then what is the penalty for misuse or abuse of LTC or the advanced loan? അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊന്നും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഒരു സൈക്കോളജിക്കലായിട്ട് അവരെ ഒന്നുകൂടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ടാണ് ഈ LTC ഒക്കെ അനുവദിച്ച് നൽകുന്നത്. അത് വാങ്ങിയിട്ട് മറ്റൊരു രീതിയിൽ അതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന കേസുകൾ കണ്ടാൽ എന്തു ചെയ്യും? ദ എൻറ്റയർ എമൗണ്ട് ഇഫ് ഡ്രോൺ ആൻഡ് ഡിസ്ബേഴ്സ്ഡ് ഷാൽ ബി റിക്കവേർഡ് ഇൻ ലംപ് സം വിത്ത് 18% ഇൻട്രസ്റ്റ്. 18% പലിശ ഈടാക്കിയായിരിക്കും ആ മുഴുവൻ തുകയും തിരിച്ച് ഗവൺമെൻറ് പിടിക്കും. ഒന്ന്, ദ റൈറ്റ് ഓഫ് ദ ഗവൺമെൻറ് എംപ്ലോയി ഫോർ അവൈലിംഗ് LTC ഷാൽ ബി ഫർഫീറ്റഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ സർവീസ്. ഇനി അയാൾക്ക് ബാക്കിയുള്ള കാലത്തിൽ ഒരിക്കൽ പോലും അയാൾക്ക് ഇനി LTC എടുക്കാനുള്ള അവകാശവും നിഷേധിക്കപ്പെടും എന്നർത്ഥം. ദെൻ മോർ ദാൻ ഓൾ ദീസ്, ഡിസിപ്ലിനറി ആക്ഷൻ വിൽ ബി ടേക്കൺ അഗൻസ്റ്റ് ദി എംപ്ലോയി ആസ് പെർ റൂൾസ്. അച്ചടക്ക നടപടിക്കും ആ മനുഷ്യൻ വിധേയനാകും എന്നർത്ഥം. ആൻഡ് ഇഫ് ദ ഗവൺമെൻറ് സർവൻറ്റ് ഈസ് ഫുള്ളി എക്സോണറേറ്റഡ് ഓഫ് ദി ചാർജസ് ഓഫ് ഫ്രോഡുലൻറ്റ് ക്ലെയിം ഓഫ് LTC, ഹി ഷാൽ ബി അലൗഡ് ടു അവെയിൽ ദ കൺസെഷൻ വിത്തുഹെൽഡ് ഏർലിയർ. പക്ഷേ ഏതെങ്കിലും അയാൾ നിരപരാധിയാണ്, അയാൾ മനഃപൂർവ്വമായിട്ട് ചെയ്തൊരു തെറ്റല്ലെങ്കിൽ അയാളെ ആക്കുകയും ഹി വിൽ ബി ഫുള്ളി എക്സോണറേറ്റഡ് ആൻഡ് ഹി വിൽ ബി അലൗഡ് LTC. അപ്പോൾ ഇതാണ് LTCയെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും. ഇത് വ്യക്തമായി ധരിക്കുക. LTC എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമങ്ങളെല്ലാം പാലിച്ച് വേണം നിങ്ങൾ LTC എടുക്കാൻ. ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട്, കാരണം പരീക്ഷ അക്കൗണ്ട് ടെസ്റ്റ് വരുന്നു, അതുകൊണ്ട് കൂടുതൽ പ്രസക്തമായിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോസ് കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കൃത്യമായി നിങ്ങൾ മുഴുവൻ വീഡിയോസും കാണണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു LTC കണ്ടിട്ട് സംശയം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ മുഴുവൻ വീഡിയോയും കണ്ടിട്ട് സംശയം ചോദിക്കുക എന്നുള്ളതാണ്. ഇത്രയും നേരം നിങ്ങൾ എന്നോടൊപ്പം ഇരുന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.